കേരളത്തിലെ ഇരുമുന്നണികളെയും മാറി മാറി തിരഞ്ഞെടുത്തിരുന്നത് പ്രതിച്ഛായയ്ക്കും പ്രവർത്തനത്തിനും നന്നായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മലയാളികളുടെ ഒരു ഇഷ്ടഭക്ഷണമാണ് പുട്ട്. ആദ്യം തേങ്ങപ്പീരയും പിന്നീട് നനച്ച പൊടിയും വീണ്ടും പീരയും വീണ്ടും പൊടിയുമിട്ട് അടുക്കടുക്കായി ആവിയിൽ വേകുന്ന ഒരു രുചികരമായ ഭക്ഷണം. ഇതുപോലെ തന്നെയാണ് കേരള ജനത തങ്ങളെ ഭരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഇരുമുന്നണികളെയും മാറി മാറി തിരഞ്ഞെടുത്തിരുന്നത്. പീരയും പൊടിയും പോലെ മാറി മാറി ഇങ്ങനെ മാറ്റുന്നത് തന്നെയായിരുന്നു ഇരുമുന്നണികളുടെയും പ്രതിച്ഛായയ്ക്കും പ്രവർത്തനത്തിനും നന്നായിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഇതിന് വിപരീതമായി വീണ്ടും ഇടതുപക്ഷത്തെ തിരഞ്ഞെടുത്തത് ആ പാർട്ടിക്ക് വളരെയേറെ ജനമനസ്സുകളിൽ മടുപ്പുളവാക്കുന്ന പ്രവർത്തനം കാഴ്ചവെക്കാനേ ഭരണത്തിലെത്തിയവർക്ക് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ എന്നത് പരമാർത്ഥമാണ്. മറിച്ചായിരുന്നെങ്കിൽ പ്രതിപക്ഷത്തിരുന്ന് സമരം ചെയ്ത് അടുത്ത തവണ ഭരണത്തിലെത്താമായിരുന്നു. ഇനിയും ഒരുപക്ഷെ ഭരണത്തിൽ വരുമായിരിക്കാം.